തന്നെ പ്രതീക്ഷിക്കുന്നു. എന്നാൽ മണ്ണാർക്കാട് നഗരസഭയും മറ്റ് 4 പഞ്ചായത്തുകളും കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ ഒരു ലീഡ് മറികടന്നുള്ള ഒരു വിജയം ഇത്തവണയും ഉണ്ടാകും എന്ന് UDF കണക്ക് കൂട്ടുന്നു. കഴിഞ്ഞ 5 തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ മണ്ണാർക്കാട് മണ്ഡലം കേരളം ആര് ഭരിക്കുന്നുവോ അവർക്കൊപ്പം നിന്ന ഒരു മണ്ഡലം കൂടിയാണ്. മറ്റു മണ്ഡലങ്ങളിൽ LDFന്റെ ശക്തി കേന്ദ്രങ്ങൾ തന്നെയാണ് മറ്റു മണ്ഡലങ്ങൾ. മലമ്പുഴ കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ മണ്ഡലം ആലത്തൂരാണ്. ആലത്തൂർ കഴിഞ്ഞാൽ ഷൊർണൂർ, ഒറ്റപ്പാലം മണ്ഡലങ്ങളിൽ ഒന്നും തന്നെ LDFന് യാതൊരു ഭീഷണിയും ഇല്ല എന്ന് തന്നെ പറയാം. എന്നാൽ നെന്മാറ സീറ്റ് ഇത്തവണ ശ്രദ്ധിക്കേണ്ട ഒരു സീറ്റാണ്. കഴിഞ്ഞ തവണ MVRനെ പരാജയപ്പെടുത്തിയായിരുന്നു LDF അവിടെ വിജയിച്ചതെങ്കിലും ആലത്തൂരിന്റെ ചരിത്രത്തിൽ ഇതുവരെ LDFന് ഒരു തവണ മാത്രമാണ് മണ്ഡലം നഷ്ടപ്പെട്ടത്. അത് AV ഗോപിനാഥ് എന്ന മുൻ DCC അധ്യക്ഷൻ മത്സരിച്ച ഘട്ടത്തിലാണ്. ആ AV ഗോപിനാഥിനെ രംഗത്തിറക്കിയാണ് നെന്മാറയിൽ ഇത്തവണ UDF അവരുടെ പരമാവധി ശക്തി സംഭരിക്കാൻ ശ്രമിക്കുന്നത്. അത് നേരിയ പ്രതീക്ഷ UDFന് നൽകുന്നുണ്ട് എന്നുള്ളത്. ഇത്തരത്തിലുള്ള വലിയ കണക്കുകൂട്ടലുകളിൽ തന്നെ ആയിരുന്നു 2 ദിവസമായി മുന്നണികളായാലും സ്ഥാനാർത്ഥികളായാലും ഒക്കെ. പൊതുവിലുള്ള മലബാർ റീജിയനിൽ നിന്നുള്ള വിവരങ്ങളുമായി നമ്മോടൊപ്പം PV കുട്ടൻ ചേരുന്നുണ്ട്. കുട്ടൻ, ഇപ്പോൾ പാലക്കാട് കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. ഒരുപക്ഷെ എക്സിറ്റ് പോളുകളിലായാലും പോസ്റ്റ് പോൾ സർവേകളിലായാലും ഒക്കെ ഇടതിന് വലിയ ഒരു മുന്നേറ്റം കൽപ്പിക്കപ്പെടുന്ന മേഖലയാണ് മലബാർ റീജിയൻ. വളരെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും ഒരുപക്ഷെ UDFന് അടിപതറും എന്ന സൂചനകൾ, വലിയ മുന്നേറ്റം ഇടതുപക്ഷം നടത്തും എന്നതിന്റെ കണക്കുകൂട്ടലുകൾക്കൊപ്പം ഒക്കെ ചേർത്തു വെച്ച മേഖല എങ്ങനെയാണ് പൊതുവിൽ ഈ മേഖലകളിൽ ഈ ഒരു കണക്കുകൂട്ടലുകൾ എങ്ങനെയാണ്? അവസാന നിമിഷത്തെ പ്രതീക്ഷകളൊക്കെ മുന്നണികൾക്കൊക്കെ എങ്ങനെയാണുള്ളത് കുട്ടൻ? സൗമ്യ, വലിയ രാഷ്ട്രീയ പോരാട്ടം നടന്ന മണ്ഡലമാണ് മലബാർ മേഖലയിലുള്ളത്. അതുപോലെ തന്നെ വലിയ നേതാക്കൾ മത്സരിച്ച മണ്ഡലങ്ങൾ. മലബാറിൽ ആകെ 60 മണ്ഡലങ്ങളാണുള്ളത്. കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിലായി ആകെ 60 മണ്ഡലങ്ങളാണ്. പൊതുവിൽ ഇടതുപക്ഷത്തോട് ആഭിമുഖ്യം പുലർത്തുന്ന മണ്ഡലങ്ങളാണ് ഇവിടെ ഉള്ളതെങ്കിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിയ മുൻതൂക്കം UDFനായിരുന്നു. മലപ്പുറത്ത് UDF വലിയ വിജയം നേടിയതിനെ തുടർന്ന് പൊതു റിസൾട്ടിനെ അത് ബാധിക്കുകയും 4 സീറ്റിന്റെ ഭൂരിപക്ഷം മലബാർ മേഖലയിൽ UDFനുണ്ടായി. 32 സീറ്റാണ് കഴിഞ്ഞ തവണ മലബാറിൽ UDF നേടിയത്. 28 സീറ്റാണ് LDF നേടിയത്. എന്നാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഈ സ്ഥിതി തികച്ചും വ്യത്യസ്തമായിരിക്കുമെന്നാണ് പൊതുവിൽ രാഷ്ട്രീയ നിരീക്ഷകരും മുന്നണികളുമെല്ലാം കരുതുന്നത്. വലിയ മുന്നേറ്റം ഈ മേഖലയിൽ LDFന് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെ ത്രികോണ മത്സരം നടക്കുന്ന മഞ്ചേശ്വരത്ത് BJPയും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. കാസർഗോഡ് നിന്ന് ആരംഭിക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് മഞ്ചേശ്വരത്ത് തന്നെയാണ്. കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളായി ത്രികോണ മത്സരം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിന് തൊട്ടുമുള്ള തെരഞ്ഞെടുപ്പിലൊക്കെ നല്ല രീതിയിലുള്ള ത്രികോണ മത്സരം നടന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം. ഈ തെരഞ്ഞെടുപ്പിലും BJP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലമാണിത്. എന്നാൽ LDFും UDFും ഈ മണ്ഡലത്തിൽ വലിയ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. അതേസമയം ഉദുമ മണ്ഡലമാണ് കാസർഗോഡ്. മലബാറിനെ സംബന്ധിച്ച് ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മറ്റൊരു മണ്ഡലം ഉദുമയാണ്. ഉദുമ മണ്ഡലം പിടിച്ചെടുക്കും എന്ന ഒരു പ്രഖ്യാപനവുമായി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാവുമായ KS സുധാകരൻ ഉദുമയിലെത്തി അവിടെ മത്സരിച്ചിട്ടുണ്ട്. അവിടെ BJPയുടെ വോട്ട് മറിച്ചു എന്നുൾപ്പെടെയുള്ള UDFന് ലഭിച്ചു എന്നുൾപ്പെടെയുള്ള വലിയ ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും കേരളം ഉറ്റുനോക്കുന്ന 2 മത്സരങ്ങളാണ് മഞ്ചേശ്വരത്തും ഉദുമയിലും നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലാകട്ടെ തികച്ചും പ്രവചനാതീതമായ മത്സരങ്ങളാണ് കണ്ണൂർ ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ നടന്നത്. കഴിഞ്ഞ തവണ LDF നേടിയ 6 മണ്ഡലങ്ങൾ, ആ 6 മണ്ഡലങ്ങളും LDFന്റെ കുത്തക സീറ്റുകളാണ്. അതായത് പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ്, മട്ടന്നൂർ, ധർമ്മടം, തലശ്ശേരി എന്നിങ്ങനെ ഈ 6 മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം എത്രത്തോളം ഉയരും? ഇതിൽ തന്നെയാണ് LDFന്റെ പ്രമുഖ നേതാവായ പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടം ഉൾപ്പെടെ ഈ മണ്ഡലങ്ങളിൽ പെടുന്നതാണ്. ഇതിൽ ഭൂരിപക്ഷം എത്രത്തോളം ഉയരും എന്നല്ലാണ്ട് മറ്റു രീതിയിലുള്ള ആശങ്കകൾക്കൊന്നും തന്നെ LDFന് ഇവിടെ ബാധകമായിട്ടില്ല. എന്നാൽ മറ്റു മണ്ഡലങ്ങൾ, UDFന്റെ സിറ്റിംഗ് മണ്ഡലങ്ങളായ ഇരിക്കൂർ, പേരാവൂർ, കണ്ണൂർ, അഴീക്കോട്, കൂത്തുപറമ്പ് എന്നീ മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരം നടക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും പൊതുവിൽ ഇവിടെ കണ്ണൂരിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കുന്നവർക്കറിയാം. ഈ 5 മണ്ഡലങ്ങളിൽ അതിശക്തമായ മത്സരമാണ് നടക്കുന്നത്. അതിൽ ശ്രദ്ധേയമായ പോരാട്ടം അഴീക്കോട് മാധ്യമപ്രവർത്തകനായ നികേഷ് കുമാറും സിറ്റിംഗ് MLA KM ഷാജി എന്നിവരുടെ പോരാട്ടമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 493 വോട്ടുകൾക്കാണ് KM ഷാജി ഇവിടെ വിജയിച്ചത്. ഈ വോട്ട് അട്ടിമറിച്ചുകൊണ്ട്, ഈ ഭൂരിപക്ഷം അട്ടിമറിച്ചുകൊണ്ട് മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള നീക്കങ്ങളിലാണ് LDF. എന്നാൽ ഇവിടെയും BJP വോട്ടുകൾ KM ഷാജിക്ക് മറിച്ചു കൊടുത്തു എന്നുള്ള വ്യാപകമായ ആരോപണമുണ്ട്. അതൊക്കെ ശരിയാണോ എന്നറിയാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ, അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇരിക്കൂറിൽ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവും മന്ത്രിയുമായ
KC ജോസഫ് മത്സരിക്കുന്ന ഇരിക്കൂറിലും വലിയ KC വിരുദ്ധ തരംഗമുണ്ട് എന്നാണ് ആ മണ്ഡലത്തിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അവിടെ വലിയ റിബൽ സ്ഥാനാർത്ഥി അഴീക്കോട് PK രാഗേഷിനെ പോലുള്ള പ്രമുഖരായ റിബൽ സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ ഇരിക്കൂറിലും അതുപോലെ തന്നെ വളരെ പ്രമുഖരായ ബിനോയ് തോമസ് ഉൾപ്പെടെയുള്ള വലിയ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കൾ വിമതരായി മത്സരിക്കുന്നു. അതുപോലെ മറ്റൊരു പ്രവചനാതീതമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ് പേരാവൂർ. ഇവിടെ സിറ്റിംഗ് MLA സണ്ണി ജോസഫിനെതിരെ യുവതാരവും പുതുമുഖവുമായ LDF-ലെ ബിനോയ് കുര്യൻ വളരെ ശക്തമായ പോരാട്ടമാണ് നടത്തുന്നത്. മറ്റൊരു ശ്രദ്ധേയമായ കേന്ദ്രം നമുക്കറിയാം കൂത്തുപറമ്പിലാണ്. ഇവിടെ നേരത്തെ LDF-ന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. പിന്നീട് കഴിഞ്ഞ തവണ നിസ്സാരമായ 3303 വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ LDF-ന് സീറ്റ് നഷ്ടമായത്. മന്ത്രി KP മോഹനാണ് ഇത്തവണയും UDF-ന്റെ എതിരാളി, UDF-ന്റെ സ്ഥാനാർത്ഥി. മറുഭാഗത്ത് ഈ മണ്ഡലം തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി CPM-ന്റെ പ്രമുഖയായ നേതാവും വനിതാ നേതാവുമായ KK ശൈലജ ടീച്ചറെ രംഗത്തിറക്കിയാണ് LDF ഈ മണ്ഡലം തിരിച്ചുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിശക്തമായ പോരാട്ടമാണ് ഈ മണ്ഡലത്തിൽ നടത്തുന്നത്. തികച്ചും പ്രവചനാതീതം എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. മറ്റൊരു ഇത്തരത്തിൽ ഫോട്ടോ ഫിനിഷിങ്ങിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം കണ്ണൂർ മണ്ഡലമാണ്. ഇവിടെ കടന്നപ്പള്ളി രാമചന്ദ്രനും അതുപോലെ തന്നെ സതീശൻ പാച്ചേരിയുമാണ് മത്സരിക്കുന്നത്. വയനാട് ജില്ല എടുത്താൽ അവിടെ 3 മണ്ഡലങ്ങളുള്ളത്. കൽപ്പറ്റയും മാനന്തവാടിയും സുൽത്താൻ ബത്തേരിയും. ഈ 3 മണ്ഡലവും നിലവിൽ UDF-ന്റെ സിറ്റിംഗ് മണ്ഡലമാണ്. എന്നാൽ ഈ മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കാമെന്ന ഒരു വലിയ പ്രതീക്ഷയാണ്. പ്രത്യേകിച്ച് കൽപ്പറ്റ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ CK ശശീന്ദ്രനെ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ജനകീയ അംഗീകാരമുള്ള നേതാവിനെ അണിനിരത്തിക്കൊണ്ട് LDF വലിയ പോരാട്ടം കാഴ്ചവെച്ചിരിക്കുന്നു. മറ്റ് കോഴിക്കോട്ടേക്ക് എത്തിയാൽ ആകെ 13 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമാണ് LDF നടത്തിയത്. 10 മണ്ഡലങ്ങളിലാണ് LDF വിജയിച്ചത്. ബാക്കി 3 മണ്ഡലങ്ങൾ മാത്രമാണ് UDF-ന്റെ കയ്യിലുള്ളത്. ഇതിൽ തന്നെ കോഴിക്കോട് സൗത്ത് മന്ത്രി MK മുനീർ കോഴിക്കോട് സൗത്തിൽ പരാജയപ്പെടുമെന്ന് എക്സിറ്റ് പോൾ അടക്കം ഫലങ്ങളടക്കം സർവേ അടക്കം പറയുന്നുണ്ട്. അവിടെ നല്ല മത്സരമാണ് നടക്കുന്നത്. അതുപോലെ തന്നെ തിരുവമ്പാടിയിൽ UDF-ന്റെ സിറ്റിംഗ് സീറ്റായ തിരുവമ്പാടിയിലും കൊടുവള്ളിയിലും വലിയ മത്സരം നടക്കുന്നുണ്ട്. അതുപോലെ LDF-ന്റെ സിറ്റിംഗ് സീറ്റായ വടകര, കുന്നമംഗലം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലും കുറ്റ്യാടി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലും കടുത്ത പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. മലബാർ മേഖലയിൽ നിന്നുള്ള വിവരങ്ങളാണ് കുട്ടൻ പങ്കുവച്ചത്. വളരെ ശക്തമായ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. പല പ്രതീക്ഷകളും വിവിധ മുന്നണികളൊക്കെ ആയാലും തന്നെ വെച്ചു പുലർത്തുന്നുണ്ടെങ്കിലും വളരെ നിർണായകമായ ചില ഘടകങ്ങളൊക്കെ തന്നെയും ഈ മേഖലകളിൽ വോട്ടിന്റെ അല്ലെങ്കിൽ പെർസെൻറ്റേജിനെയൊക്കെ തന്നെ വിജയ ശതമാനത്തെയൊക്കെ തന്നെ വളരെ നിർണായകമായി ബാധിക്കുമെന്ന് തന്നെയാണ് പൊതുവിലുള്ള കണക്കുകൾ വിലയിരുത്തുന്നത്. ഏതായാലും മറ്റ് മേഖലകളിൽ നിന്നുള്ള വിവരങ്ങളിലേക്കൊക്കെ തന്നെ വളരെ വേഗം തിരികെ എത്താം. രാഷ്ട്രീയ കേരളം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. വോട്ടെണ്ണൽ ആരംഭിക്കാൻ ഇനി 1 മണിക്കൂർ 20 മിനിറ്റ് മാത്രമാണ് ശേഷിക്കുന്നത്. വലിയ കണക്ക് കൂട്ടലുകൾക്കും കിഴിക്കലുകൾക്കും ശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോൾ വളരെ കൃത്യമായ വിവരങ്ങൾ 140 മണ്ഡലങ്ങളിലെയും വളരെ നിർണായകമായ വിവരങ്ങൾ ഓരോ നിമിഷങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വളരെ വിപുലമായ സജ്ജീകരണങ്ങൾ തന്നെയാണ് പീപ്പിൾ TV ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ വിവിധ മേഖലകളിൽ നിന്ന് നമ്മോടൊപ്പം അവിടെ നിന്നുള്ള റിപ്പോർട്ടർമാർ ചേരുന്നുണ്ട്. അവിടുത്തെ അവസാന സ്പന്ദനങ്ങൾ പങ്കുവെക്കാനായി ഇപ്പോൾ ജോഷ്ല കണ്ണൂരിൽ നിന്നും ചേരുന്നുണ്ട്. ജോഷ്ല, വളരെ നിർണായകമായ മത്സരങ്ങൾ നടന്ന ഒരുപക്ഷെ UDF രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ തലവേദന സൃഷ്ടിച്ച വിമത പ്രശ്നം അടക്കം തലവേദനയായ വിജയപരാജയങ്ങളിലൊക്കെ തന്നെ ഈ ഘടകങ്ങൾ പല മേഖലകളിലും നിർണായക ഘടകമായ ഒരു ജില്ല കൂടിയാണ് കണ്ണൂർ. ആ വിധത്തിൽ നോക്കിയാൽ ഇപ്പോൾ ജില്ലയിലെ പൊതുവായ ഒരു സ്ഥിതി എങ്ങനെയാണ്? ഒപ്പം തന്നെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട മറ്റ് സജ്ജീകരണങ്ങൾ എത്ര കേന്ദ്രങ്ങളാണുള്ളത്? അത്തരം വിവരങ്ങളിലേക്ക് കൂടി ജോഷ്ല. ചാല ചിൻടക്കിലാണ് ഇന്ന് വോട്ടെണ്ണൽ നടക്കുന്നത്. 11 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണലും ചാല ചിൻടക്കിലായിരിക്കും നടക്കുക. 14 ബൂത്തുകളുടെ വോട്ടെണ്ണലായിരിക്കും ആദ്യം ആരംഭിക്കുക. അത് മാത്രമല്ല പോസ്റ്റൽ വോട്ടുകൾ അതേസമയം തന്നെ തുടക്കത്തിൽ പോസ്റ്റൽ വോട്ടുകൾ അതേസമയം തന്നെ എണ്ണിത്തീരും. എന്തായാലും കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിലെ 6 മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന് ഏറ്റവും ഭൂരിപക്ഷം നേരത്തെ തന്നെ ഉറപ്പാക്കിയ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ കൃത്യമായും സിറ്റിംഗ് സീറ്റുകൾ എന്ന് വിലയിരുത്താവുന്ന മൃഗീയ ഭൂരിപക്ഷം എന്ന് പറയാവുന്ന 6 മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിന് ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് തന്നെ 6 മണ്ഡലങ്ങളെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള ആശങ്കയും ഇടതുപക്ഷത്തിനോ മറ്റ് UDF അടക്കമുള്ള കക്ഷികൾക്കോ അവർ പോലും വിലയിരുത്തി കഴിഞ്ഞ ഒരു കാര്യമാണ് 6 മണ്ഡലങ്ങൾ അത് കൃത്യമായും LDF-ന് ലഭിക്കുമെന്നുള്ളത്. മറ്റ് 5 മണ്ഡലങ്ങളെ സംബന്ധിച്ച് മാത്രമാണ് ഇപ്പോൾ ആശങ്ക നിലനിൽക്കുന്നത്. മറ്റ് 5 മണ്ഡലങ്ങൾ അഴീക്കോട്, ഇരിക്കൂർ, പേരാവൂർ, അതുപോലെ തന്നെ കൂത്തുപറമ്പ്, കണ്ണൂർ എന്നീ മണ്ഡലങ്ങളാണ്. ഈ മണ്ഡലങ്ങളിലെ വിധി അത് ഏത് ഭാഗത്തായിരിക്കും എന്നുള്ളതായിരിക്കും കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു രാഷ്ട്രീയ വിലയിരുത്തൽ അത് നടത്താനാവുക ഈ 5 മണ്ഡലങ്ങളെ സംബന്ധിച്ചായിരിക്കും. എന്തായാലും കണ്ണൂരിലെ അഴീക്കോട് കണ്ണൂർ മണ്ഡലങ്ങളിൽ 2 മണ്ഡലങ്ങളിലും വിമത ശല്യം അതാണ് UDF-നെ അങ്കലാപ്പിലാക്കുന്നത്. ഈ 2
മണ്ഡലങ്ങളിലുമുള്ള വിമത ശല്യം. അതേസമയം തന്നെ അഴീക്കോട് മാധ്യമപ്രവർത്തകനായ MV നികേഷ് കുമാറിനെയായിരുന്നു സ്ഥാനാർത്ഥിയായി ഇറക്കിയത്. CPIM സ്ഥാനാർത്ഥിയായി ഇറക്കിയിരിക്കുന്നത്, LDF സ്ഥാനാർത്ഥിയായി ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഴീക്കോട് തിരിച്ചുപിടിക്കും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം LDF-നെ സംബന്ധിച്ചിടത്തോളം, ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഒരു കാര്യം, ഏറ്റവും പുതിയ ഒരു കാര്യം എന്ന് പറയുന്നത് BJP അവിടെ വോട്ട് മറിക്കൽ നടത്തി എന്നുള്ള ഒരു ആരോപണം ഉയരുന്നുണ്ട്. അതൊഴിച്ചു നിർത്തിയാൽ BJP-യുടെ വോട്ട് 4000-ൽ അധികം മറിഞ്ഞാൽ മാത്രമേ LDF-ന് അഴീക്കോട് മണ്ഡലം നഷ്ടമാവുകയുള്ളൂ. അതിൽ കുറവാണ്, 4000-ൽ കുറവാണ് വോട്ട് മറിക്കുന്നത്, BJP വോട്ട് മറിക്കുന്നതെങ്കിൽ പോലും LDF-ന് ഇവിടെ പിടിച്ചു നിൽക്കാനാവും എന്നുള്ള വിശ്വാസത്തിലാണ് മുന്നണികൾ ഉള്ളത്. അതേസമയം തന്നെ ഇരിക്കൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം KC ജോസഫ് അവസാന നിമിഷത്തിൽ KC ജോസഫ് ആ മണ്ഡലം നിലനിർത്തും എന്നുള്ള ഒരു നിലയിലേക്കാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം പോയിട്ടുള്ളത്. അതായത് വിമത ശല്യം, KC ജോസഫിനെതിരെ ഇരിക്കൂറിൽ ഉയർന്നു വന്നത് വിമത ശല്യം മാത്രമായിരുന്നു. അത് ഏകദേശം ഈ അവസാന നിമിഷത്തോടുകൂടി വിമത ശല്യം ഉണ്ടായെങ്കിൽ പോലും UDF അവിടെ നേരിയ തോതിലെങ്കിലും ഒരു മേൽക്കൈ നേടും എന്നുള്ള ഒരു ഘട്ടത്തിലേക്കാണ് വന്നിട്ടുള്ളത്. പേരാവൂരിനെ സംബന്ധിച്ചിടത്തോളം പേരാവൂരിലും ഇതേ രീതിയിൽ വിമത ശല്യമാണ് ഉണ്ടായിട്ടുള്ളത്. പേരാവൂരിൽ KJ ജോസഫ് അവിടെ വിമത സ്ഥാനാർത്ഥിയായി രംഗത്ത് വരുന്നു, സണ്ണി ജോസഫിനെതിരെ വിമത സ്ഥാനാർത്ഥിയായി രംഗത്ത് വരുന്നു. മണി ഗ്രൂപ്പിലെ പിളർപ്പ്, ഇതൊക്കെ തന്നെ കാർഷിക പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെ പേരാവൂർ മണ്ഡലത്തെ വളരെയേറെ ബാധിക്കും എന്നുള്ള ഒരു നിലയുണ്ട്. മാത്രമല്ല ഒരു യുവ നേതാവാണ് അവിടെ LDF-ന്റെ സ്ഥാനാർത്ഥിയായി രംഗത്ത് വരുന്നത്. എന്നും പുതിയ ആളുകളെ സ്വീകരിച്ചിട്ടുള്ള മണ്ഡലമാണ് പേരാവൂർ. തുടർച്ചയായ ഒരു സ്ഥാനാർത്ഥിത്വം, ഒരു കാലഘട്ടത്തിന് ശേഷം തുടർച്ചയായ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കുന്ന ഒരു മണ്ഡലം അതായിരുന്നില്ല പേരാവൂർ. അതുകൊണ്ട് തന്നെ ബിനോയ് കുര്യൻ അവിടെ വിജയിച്ച് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു രീതിയിലേക്കാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ പോയിട്ടുള്ളത്. കൂത്തുപറമ്പ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തിരിച്ചു പിടിക്കുക എന്നുള്ളത് LDF-ന്റെ ഒരു അഭിമാന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ CPIM നേരിട്ടാണ് ഇത്തവണ മത്സരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. കുറെ കാലത്തിന് ശേഷം CPIM നേരിട്ട് മത്സരത്തിന് ഇറങ്ങുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ആവേശപൂർവ്വമാണ് ജനങ്ങൾ ഇതിനെ നോക്കിക്കാണുന്നത്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ ടീച്ചറാണ് ഇവിടെ മത്സരത്തിന് ഇറങ്ങിയത്. KP മോഹനെതിരെയായിരുന്നു, മന്ത്രി KP മോഹനെതിരെ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ അവർക്കായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 5000 വോട്ടിനോട് അടുപ്പിച്ച് ഭൂരിപക്ഷം നേടിക്കൊണ്ട് ശൈലജ ടീച്ചർ അവിടെ വിജയിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലാണ് LDF. അതേസമയം തന്നെ KP മോഹൻ അത് നിലനിർത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് UDF. കണ്ണൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആര് വിജയിക്കും എന്നുള്ളത്, ഇവിടെ കണ്ണൂർ മണ്ഡലത്തിൽ പോലും വിമതശല്യം രൂക്ഷമാണ്. ഈ വിമതശല്യം UDF-നെ സംബന്ധിച്ചിടത്തോളം വിമതശല്യം കൂടിയാവുമ്പോൾ കണ്ണൂർ മണ്ഡലം കടന്നപ്പള്ളി മറ്റൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇല്ലാത്ത ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ കടന്നപ്പള്ളി വിജയിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷ LDF-നുണ്ട്. എന്നാൽ കടന്നപ്പള്ളിയെ തോൽപ്പിച്ച് പരാജയപ്പെടുത്തും എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ UDF കണ്ണൂർ മണ്ഡലത്തെ വിവരങ്ങളാണ് ജോഷ്ല നൽകിയത്. നിലവിലുള്ള 6 സീറ്റുകൾക്കൊപ്പം ബാക്കി 5 കൂടി പിടിച്ചെടുക്കാമെന്ന പ്രതീക്ഷയിൽ LDF നിൽക്കുമ്പോൾ ബാക്കി 5-ൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വിമത പ്രശ്നം തന്നെയാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം അലട്ടുന്നത്. മറ്റു മേഖലകളിൽ നിന്നുള്ള വിവരങ്ങളുമായി വളരെ വേഗം എത്താം. കേരളം ആര് ഭരിക്കുമെന്നറിയാൻ നിർണായകമായ വോട്ടെണ്ണൽ തുടങ്ങാൻ ഇനി 1 മണിക്കൂർ 13 മിനിറ്റ് മാത്രമാണ് ഉള്ളത്. വിവിധ മേഖലകളിൽ നിന്നുള്ള വിശദാംശങ്ങളിലേക്ക് തന്നെ പോവുകയാണ്. ഇപ്പോൾ ദിൽജിത്ത് ചേർന്നുണ്ട് തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങളുമായി. ദിൽജിത്ത്, വളരെ നിർണായകമായ പോരാട്ടങ്ങൾ, ഒരുപക്ഷെ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന രീതിയിൽ തന്നെ കേരളം ശ്രദ്ധിക്കപ്പെടുന്ന പോരാട്ടം നടക്കുന്ന തൃശ്ശൂർ ഉൾപ്പെടുന്ന തൃശ്ശൂർ ജില്ലയിലെ മണ്ഡലങ്ങളിൽ ഏത് വിധത്തിലാണ്, അവസാന നിമിഷങ്ങളിലെ കണക്കുകൂട്ടലുകൾ ഏത് വിധത്തിലാണ്, ഒപ്പം തന്നെ വോട്ടെണ്ണലിനുള്ള സജ്ജീകരണങ്ങളും എങ്ങനെയാണ് ദിൽജിത്ത്? സൗമ്യ, തൃശ്ശൂരിൽ 13 നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത്. ഈ 13 മണ്ഡലങ്ങളിലേക്ക് 8 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. തൃശ്ശൂർ, ഒല്ലൂർ, നാട്ടിക എന്നീ മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ നടക്കുന്നത് തൃശ്ശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലാണ്. അതുപോലെ തന്നെ കയ്പമംഗലം, കൊടുങ്ങല്ലൂർ എന്നീ മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണുക കയ്പമംഗലം പുല്ലൂറ്റ് ഗവൺമെന്റ് KMM കോളേജിലാണ്. ഇരിങ്ങാലക്കുട, പുതുക്കാട് മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണുന്നത് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ കേന്ദ്രത്തിലാണ്. ചേലക്കര മണ്ഡലത്തിലെ വോട്ടുകൾ എണ്ണുന്നത് ചെറുതുരുത്തി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലും, കുന്നംകുളത്തേത് വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലും, ഗുരുവായൂർ മണ്ഡലത്തിലേത് ചാവക്കാട് MR രാമൻ മെമ്മോറിയൽ സ്കൂളിലും, മണലൂരിലേത് ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്കൂളിലും, ചാലക്കുടി മണ്ഡലത്തിലേത് ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ്. ഈ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ 15 ടേബിളുകളിലായാണ് വോട്ടെണ്ണലിനായുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഈ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ പോസ്റ്റൽ വോട്ടുകൾക്ക് വേണ്ടി പ്രത്യേക ഒരു ടേബിൾ കൂടി സജ്ജീകരിച്ചിട്ടുണ്ട്.
പ്രത്യേകിച്ച് ആദ്യം ഇടുന്നത് പോസ്റ്റൽ വോട്ടുകളാണ്. ആദ്യം ഫലസൂചനകളും പുറത്തു വരുന്നത് ഈ പോസ്റ്റൽ വോട്ടുകളുടെ ഫലത്തെ അടിസ്ഥാനപ്പെടുത്തിയാക്കാം. ഇതിനെല്ലാം തന്നെ വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന തൃശ്ശൂർ, കുന്നംകുളം, വടക്കാഞ്ചേരി, മണലൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലെ വാശിയേറിയ ഒരു പോരാട്ടത്തിൻ്റെ ഫലം അറിയുന്നതിനാണ് ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഏറ്റവും വാശിയേറിയ മത്സരം തൃശ്ശൂരിൽ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറും UDFിൻ്റെ പത്മജ വേണുഗോപാലും നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ പ്രവചനാതീതമായ ഒരു മത്സരത്തിന് കളമൊരുങ്ങിയിരിക്കുന്നു. എന്നാൽ എക്സിറ്റ് പോളുകൾ അനുസരിച്ചാണെങ്കിൽ VS സുനിൽകുമാറിന് അനുകൂലമായ ഒരു ജനവിധിയാണ് തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ ഉണ്ടാവുക. പ്രത്യേകിച്ച് 25 വർഷത്തിലധികമായി UDFിലെ തേറമ്പിൽ രാമകൃഷ്ണൻ കൈവശം വെച്ചിരുന്ന മണ്ഡലമാണ്. അത്തരത്തിൽ കോൺഗ്രസിൻ്റെ ഒരു കുത്തക മണ്ഡലം എന്ന രീതിയിൽ വിശേഷിപ്പിച്ചിരുന്ന ഒരു മണ്ഡലത്തെ പ്രത്യേകിച്ച് കയ്പമംഗലത്ത് നിന്ന് ചുവടുമാറ്റി വന്ന VS സുനിൽകുമാറിനെ ഉപയോഗിച്ച് തിരിച്ചു പിടിക്കാമെന്നുള്ളൊരു കടുത്ത ആത്മവിശ്വാസം തന്നെയാണ് LDF ക്യാമ്പിൽ പ്രകടമാകുന്നത്. ഈ പോളിംഗ് കഴിഞ്ഞ ശേഷവും പ്രത്യേകിച്ച് തൃശ്ശൂരിലെ പോളിംഗിൽ കഴിഞ്ഞ തവണ 2011 69.3 ഉണ്ടായിരുന്ന പോളിംഗ് ഇത്തവണ 73.29 എത്തിയിരിക്കുന്നു. ഈ ഒരു പോളിംഗ് ശതമാനത്തിലെ വർധന പ്രത്യേകിച്ച് 10,000-ലധികം പുതിയ വോട്ടർമാർ ഉണ്ടായിരുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ. അത്തരത്തിൽ 16,000 വോട്ടിന് മാത്രം കഴിഞ്ഞ തവണ ജയിച്ചിട്ടുള്ള തേറമ്പിൽ രാമകൃഷ്ണനെ ഇത്തരത്തിൽ ആ ഒരു സാഹചര്യത്തിലാണ് ഇക്കുറി വാശിയുടെ ഒരു പോരാട്ടം നടക്കുമ്പോൾ 10,000-ലധികം പുതിയ വോട്ടർമാർ വരുന്നത്. അത്തരത്തിൽ പോളിംഗ് ശതമാനം ഉയരുമ്പോൾ തൃശ്ശൂർ മണ്ഡലം അനുകൂലമാകും, തിരികെ പിടിക്കാനാവുമെന്നൊരു പ്രതീക്ഷയാണ് LDFിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ വാശിയുടെ മറ്റൊരു പോരാട്ടം നടന്ന മണ്ഡലം കുന്നംകുളമാണ്. CPM മുൻ ജില്ലാ സെക്രട്ടറി AC മൊയ്തീനും അതുപോലെ തന്നെ കഴിഞ്ഞ തവണ LDFിലെ ബാബു പലിശ്ശേരിയോട് പരാജയപ്പെട്ട CP ജോണും തമ്മിലാണ് അവിടെ കടുത്ത പോരാട്ടം നടന്നത്. കഴിഞ്ഞ തവണ 481 വോട്ടുകൾക്കാണ് അവിടെ ബാബു പലിശ്ശേരി ജയിച്ചത്. മുൻ വർഷങ്ങളിലെല്ലാം തന്നെ വളരെ ചെറിയ ഭൂരിപക്ഷത്തിൽ 1000-ൽ താഴെ വോട്ടുകൾക്ക് ജയപരാജയങ്ങൾ മാറി മറിഞ്ഞിട്ടുള്ള ഒരു മണ്ഡലമാണ് കുന്നംകുളം. അതുകൊണ്ട് തന്നെ കുന്നംകുളത്തെ മണ്ഡലവും ഇക്കുറി ഏറ്റവും ശ്രദ്ധേയമായ ഒരു തരത്തിലേക്ക് വന്നു. വാശിയേറിയ ഒരു പോരാട്ടമാണ്. അവിടെയും ഒരു പ്രവചനാതീതമായ സാധ്യത നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ പുറത്തു വന്ന എക്സിറ്റ് പോളുകളെല്ലാം തന്നെ കുന്നംകുളത്ത് ഉൾപ്പെടെ LDFിന് അനുകൂലമായ ജനവിധി ഉണ്ടാകുമെന്നാണ് പ്രവചിക്കുന്നത്. പ്രത്യേകിച്ച് വടക്കാഞ്ചേരി, മണലൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ LDFിന് തിരികെ പിടിക്കാനാവുമെന്നൊരു പ്രതീക്ഷയും അത്തരത്തിൽ പ്രതീക്ഷ നൽകുന്ന ഒരു എക്സിറ്റ് പോളുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. അത്തരത്തിലുള്ളൊരു പോളിംഗ് ശതമാനവും അതേ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് മുന്നണികളുടെ പ്രതീക്ഷകളും അത്തരത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ജില്ലയിൽ 13 മണ്ഡലങ്ങളിൽ 12 ഇടത്തും LDFിന് നേട്ടം കൊയ്യാനാകുമെന്ന് എക്സിറ്റ് പോളുകൾ പറയുമ്പോൾ LDF മുന്നണി പറയുന്നത് 13 ഇടത്തും തങ്ങൾക്ക് അനുകൂലമായ സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ചേലക്കരയിലൊക്കെ തന്നെ പ്രത്യേകിച്ച് മുൻ മന്ത്രിയും സ്പീക്കറുമൊക്കെയായ K രാധാകൃഷ്ണന്റെ മണ്ഡലമാണ് ചേലക്കര. പ്രത്യേകിച്ച് 24,000-ലധികം ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ ജയിച്ചു വന്ന K രാധാകൃഷ്ണൻ ജയിച്ചു വന്നിട്ടുള്ള മണ്ഡലമാണ്. ആ ചേലക്കര LDFിന് നഷ്ടമാകും എന്ന തരത്തിലുള്ള എക്സിറ്റ് പോളുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള എക്സിറ്റ് പോളിന്റെ കാര്യത്തിൽ ആ ഒരു ഫലത്തിൽ അത് പിശക് പറ്റിയതാകാമെന്നൊരു നിലപാടാണ് ഇപ്പോൾ ഇടതുമുന്നണിക്കുള്ളത്. ചേലക്കര LDF തീർച്ചയായും നിലനിർത്തും എന്ന് തന്നെ ആണ് ഇപ്പോൾ രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷത്തിൽ നിന്ന് അല്പം കുറവ് വന്നാൽ പോലും ചേലക്കര നിലനിർത്താനാവുമെന്നൊരു പ്രതീക്ഷയാണ് ജില്ലയിലെ LDF നേതൃത്വം പങ്കുവയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിലും ചാലക്കുടി, നാട്ടിക, കയ്പമംഗലം, ഇരിങ്ങാലക്കുട, പുതുക്കാട്, കൊടുങ്ങല്ലൂർ എന്നീ മണ്ഡലങ്ങൾ കൂടി നിലനിർത്താൻ നിലവിൽ 7-6 എന്നതാണ് നില. LDF 7 ഇടത്തും UDF 6 ഇടത്തുമാണ് ഉള്ളത്. LDFിന്റെ കൈക്കുള്ള ചേലക്കര, കുന്നംകുളം, ഗുരുവായൂർ, നാട്ടിക, കയ്പമംഗലം, പുതുക്കാട്, ചാലക്കുടി എന്നീ മണ്ഡലങ്ങളെല്ലാം തന്നെ നിലനിർത്താനാവും. അതോടൊപ്പം തന്നെ UDFിന്റെ കൈകളിലുള്ള തൃശ്ശൂർ, മണലൂർ, വടക്കാഞ്ചേരി, ഒല്ലൂർ, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ എന്നീ മണ്ഡലങ്ങൾ കൂടി തിരിച്ചെടുക്കാം എന്നുള്ളൊരു ആത്മവിശ്വാസം LDF ക്യാമ്പിൽ പ്രകടമാകുന്നുണ്ട്. അതോടൊപ്പം ശ്രദ്ധേയമായ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ജില്ലയിൽ ജനുവരി തേടുന്ന സിറ്റിംഗ് MLA-മാരെ കുറിച്ചാണ്. LDFിൽ നിന്ന് 5 MLA-മാർ നിലവിൽ VS സുനിൽകുമാർ, KV അബ്ദുൽ ഖാദർ, C രവീന്ദ്രനാഥ്, BD ദേവസി, ഗീതാ ഗോപി എന്നിവരാണ് LDFിൽ നിന്ന് ജനുവരി തേടുന്ന MLA-മാർ. ഇവർക്കെല്ലാം തന്നെ അവരവരുടെ മണ്ഡലങ്ങളിൽ വളരെ ആത്മവിശ്വാസം പകരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ പോളിംഗിന് ശേഷം നിലനിൽക്കുന്നത്. UDFിൽ പ്രത്യേകിച്ച് 2 MLA-മാർ മാത്രമാണ് ഇക്കുറി സിറ്റിംഗ് MLA മാത്രമാണ് ഇക്കുറി സീറ്റ് ലഭിച്ചത്. കോൺഗ്രസിൽ MP വിൻസെന്റിന് മാത്രമാണ് ജില്ലയിൽ സീറ്റ് ലഭിച്ചത് എന്ന് എടുത്തു പറയേണ്ടി വരും. MP വിൻസെന്റിന്റെ നില ഇക്കുറി പോളിംഗിന് ശേഷം അല്ലെങ്കിൽ ഇലക്ഷനോട് അടുത്ത സാഹചര്യങ്ങളിൽ പരിഗണനയിലായിട്ടുണ്ട്. MP വിൻസെന്റിനും ഈ മണ്ഡലം കൈവിട്ടു പോകുമെന്നൊരു ആശങ്ക UDF കേന്ദ്രത്തിൽ പ്രകടമായിട്ടുണ്ട്. അതോടൊപ്പം UDFിന്റെ മറ്റൊരു MLA ഇക്കുറി മത്സരിക്കുന്നത് തോമസ് ഉണ്ണിയാടനാണ്. ഇരിങ്ങാലക്കുടയിൽ മത്സരിക്കുന്ന തോമസ് ഉണ്ണിയാടനും ഇത്തരത്തിലുള്ള ആശങ്കകൾ ഉണ്ട്. അവിടെയും LDF പ്രതിനിധിയായി മത്സരിക്കുന്ന KU അരുണൻ സീറ്റ് പിടിച്ചെടുക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇത്തരത്തിലുള്ള എല്ലാ വിവരങ്ങൾക്കും
ഒരു കാത്തിരിപ്പുകൾക്കും വിരാമം ഇട്ടുകൊണ്ട് 8:30 കൂടി തന്നെ ഈ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയ ശേഷം മറ്റ് വോട്ടെണ്ണൽ മെഷീൻ തുറക്കുന്നതോടുകൂടി തന്നെ ഈ ആശങ്കകൾക്കെല്ലാം പരിഹാരം അല്ലെങ്കിൽ തീരുമാനമാകുന്നതാണ്. ദിൽജിത്താണ് തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്. നേർ പോരാട്ടങ്ങൾ നടക്കുന്ന നിരവധി മണ്ഡലങ്ങളാണ് തൃശ്ശൂരിലുള്ളത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കാലത്തെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരും വളരെ സജീവമായി തന്നെ ചർച്ചകളിൽ നിറഞ്ഞു നിന്നതാണ്.